ചോദിച്ചില്ലേ, ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് ഒന്നും കൊടുക്കണ്ടേ, എന്നാൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നവർക്ക് മാത്രം ഫീസ് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അതങ്ങനെ അല്ല, നമ്മൾ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോഴും ഫീസ് കൊടുക്കണം. പക്ഷെ പ്രൈവറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഗവൺമെന്റ് കോളേജിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കുറേ ഫണ്ട് കൊടുക്കേണ്ടി വരും. അത് പലയിടത്തും പലതാണ്. അപ്പോൾ ട്യൂഷൻ ഫീ മാത്രമായിരിക്കും എല്ലായിടത്തും ഏകദേശം സെയിം ആയിട്ട് വരുന്നത്. പക്ഷെ മറ്റ് ഫണ്ടൊക്കെ പലയിടത്തും പലതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കോളേജിൽ ഞാൻ കൊടുത്ത ഫീസ് ഇതാണെന്നും പറഞ്ഞ് മറ്റൊരു കോളേജായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കോഴ്സ് വരുന്നത് 4 ഇയർ ആണ് വരുന്നത്. 4 ഇയർ പ്ലസ് ഒരു CNS എന്ന് പറഞ്ഞാൽ 1 ഇയർ നമ്മൾ കമ്പൽസറി നഴ്സിംഗ് സർവീസ് ചെയ്യേണ്ടതാണ്. ഈ 4 ഇയർ നമ്മൾ ഫീസ് കൊടുക്കണം. പക്ഷെ കമ്പൽസറി നഴ്സിംഗ് സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് ഇങ്ങോട്ട് പൈസ കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തപ്പോൾ ട്യൂഷൻ ഫീ ആയിട്ട് കൊടുത്തത് 24,000 രൂപയാണ് കൊടുത്തത്. ഈ 24,000 രൂപ നമ്മൾ എല്ലാ ഇയറും കൊടുക്കേണ്ട ഒരു പൈസയാണ്. 24,000 വരത്തില്ല, അതിന് താഴെ വരത്തുള്ളൂ. അത് നമ്മൾ എല്ലാ ഇയറും കൊടുക്കുന്ന ഒരു പൈസയാണ്. ഇപ്പോൾ നമ്മൾ സെമസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ട്യൂഷൻ ഫീ കൊടുക്കുന്നത് ഇങ്ങനെ ഇയർലി ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വരുന്ന PTA ഫണ്ട്. PTA ഫണ്ടായിട്ട് ഞാൻ അഡ്മിഷൻ എടുത്തപ്പോൾ കൊടുത്തത് 7,000 രൂപയാണ് കൊടുത്തത്. പിന്നെ കൊടുത്തത് KUHS രജിസ്ട്രേഷൻ ഫീ. KUHS എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ KUHSന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ KUHS രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ഞാൻ കൊടുത്തത് 1,050 രൂപയാണ് കൊടുത്തത്. പിന്നെ SNA എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് നഴ്സിംഗ് അസോസിയേഷൻ, നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് കൊടുത്ത ഫണ്ട് 2,000 രൂപയാണ്. പിന്നെ കോളേജ് യൂണിയൻ, എല്ലാ കോളേജിലും ഓരോ യൂണിയൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കോളേജ് യൂണിയന്റെ ഫണ്ട് വരെ വാങ്ങും. അത് കൊടുത്തത് 2,000 രൂപയാണ്. പിന്നെ കൊടുത്തത് എക്സാം ഫീ എന്ന് പറഞ്ഞ ഫീ. എക്സാം ഫീ എന്ന് പറഞ്ഞ ഫീ നമ്മൾ എല്ലാ സെമസ്റ്ററിലും എക്സാമിന് മുമ്പ് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തത് 1,000 രൂപയാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയും ഫീ ആണ് നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോൾ കൊടുത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ്. പിന്നെ എല്ലാ ഇയറും നമ്മൾ ട്യൂഷൻ ഫീ മാത്രം കൊടുത്താൽ മതിയാവും. പക്ഷേ ഈ അഡ്മിഷൻ എടുക്കുമ്പോൾ കുറച്ച് അധികം ചിലവ് നമുക്ക് വരും. പിന്നെ ചിലയിടത്ത് PTA ഫണ്ടൊക്കെ 10,000 വാങ്ങിയൊക്കെ ചെയ്യും. അപ്പോൾ പലയിടത്തും പലതാണ് വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര എക്സ്പെൻസ് ആണ് വന്നത്. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഹോസ്റ്റൽ ഫീ എത്രയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഹോസ്റ്റൽ ഫീയും പലയിടത്തും നോക്കണമെങ്കിൽ പലതാണ്. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ കയറിയപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ ആയിട്ട് കൊടുത്തത് 5,000 രൂപയാണ് കൊടുത്തത്. പിന്നെ എല്ലാ മാസവും 500 രൂപ വെച്ച് കൊടുക്കണം. ഈ 500 രൂപയെന്ന് പറയുമ്പോൾ പലയിടത്തും പലതാണ് വരുന്നത്. ഇപ്പം എനിക്ക് ഹോസ്റ്റൽ ഫീ 500 ആണെങ്കിലും മറ്റ് ചിലയിടത്ത് അങ്ങനെ ആയിരിക്കത്തില്ല വാങ്ങുന്നത്. പിന്നെ ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ ഫീയുടെ കൂടെ മെസ് ഫീ വരുമോ എന്നുള്ളത്. മെസ് ഫീ ഇതിനകത്ത് വരത്തില്ല. മെസ് ഫീ എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന പൈസയാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഒരു അറൗണ്ട് നോക്കുകയാണെങ്കിൽ 3,000 രൂപയാണ് മെസ് ഫീ ആയിട്ട് വരുന്നത്. ആ 3,000 തന്നെ നിങ്ങളിപ്പോൾ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ആ 3,000 രൂപയിൽ 100 രൂപ കൊടുക്കണ്ട. അങ്ങനെ ഇപ്പോൾ ഓരോ ദിവസം ഓരോ പൈസ ആയിരിക്കുമല്ലോ, അത് കൊടുക്കണ്ട. അങ്ങനെയാണ് മെസ് ഫീ വരുന്നത്. പിന്നെ മെസ്സ് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ക്യാൻറ്റീൻ അവൈലബിൾ ആയിരിക്കും, ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. ഞാൻ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഹോസ്റ്റലിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കൊടുത്തത് 5,000 രൂപ എസ്റ്റാബ്ലിഷ്മെന്റ് ഫീയും പിന്നെ എല്ലാ മാസവും 500 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കും സ്കോളർഷിപ്പിനെ പറ്റി. സ്കോളർഷിപ്പ് എല്ലാവരും കൊടുക്കുന്നത് ഗ്രാൻസിനാണ് നമ്മൾ എല്ലാവരും കൊടുക്കുക. അപ്പോൾ ഗ്രാൻസിന് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ 24,000 രൂപ, ഇപ്പം ഞാൻ പറഞ്ഞു ട്യൂഷൻ ഫീ ഞാൻ ആദ്യമേ അഡ്മിഷൻ എടുക്കുമ്പോഴേ കൊടുത്തു. അപ്പോൾ നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾക്ക് ഗ്രാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ ചിലയിടത്ത് നമ്മളിപ്പോൾ ഇയർലി നമുക്ക് പിന്നെ വരുമ്പോൾ ഇയർലി നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ ഗ്രാൻസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഗ്രാൻസ് കിട്ടുന്നത്. അതൊന്നും കുഴപ്പമില്ല. എപ്പോഴായാലും നിങ്ങൾക്ക് ഗ്രാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഗ്രാൻസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ചിലവ് വരുന്നില്ല. അത് വേറൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ഗ്രാൻസ് ചിലവർക്ക് ഗ്രാൻസ് കിട്ടത്തില്ല. ഗ്രാൻസ് കിട്ടാത്തവർക്ക് വേറെ പല സ്കോളർഷിപ്പും ഉണ്ട്. ഇപ്പം എൻ്റെ ക്ലാസ് തന്നെയാണെങ്കിൽ ഗ്രാൻസ് കിട്ടുന്നവരും കിട്ടാത്തവരും ഉണ്ട്. പിന്നെ ഓരോ കാസ്റ്റിനും ഓരോ കമ്മ്യൂണിറ്റിക്ക് വേറെ കുറേ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുക. സ്കോളർഷിപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. പിന്നെ നിങ്ങളുടെ മറ്റ് ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലത്ത് താമസിക്കുന്ന പൈസ, നമ്മൾ കറങ്ങാൻ പോകുന്ന പൈസ, ഫുഡ് എക്സ്പെൻസ്, നിങ്ങൾ പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ ആ എക്സ്പെൻസ് ഒക്കെ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ചിലവായ പൈസ എന്ന് പറയാനാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൈസയൊക്കെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്ക് പൈസയൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.